അപ്പോൾ നമ്മൾ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ടൈം ഫ്രെയിം അലൈൻമെൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു ഇപ്പോൾ ഒരു 1 അവറിൽ എന്താണ് ഒരു മാർക്കറ്റിൽ സംഭവിക്കുന്നത്, 4 അവറിൽ എന്താണ് സംഭവിക്കുന്നത്, 1 ഡേയിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതിൻ്റെ ഒരു പിക്ചർ നമുക്ക് ക്യാൻഡിൽ വൈസ് ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് പ്രോബബിളി ആൾക്കാർ ഫെയിൽ ആകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, അവരെടുക്കുന്ന സെറ്റപ്പ് നല്ലത് അല്ലാത്തത് കൊണ്ടല്ല, അവരുടെ സ്ട്രാറ്റജി പക്കയായിരിക്കും, A+ സെറ്റപ്പ് ആയിരിക്കും, എല്ലാ ഒരു ഇതായിരിക്കും. പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ളൊരു ഒരു ഒരു സൈക്കോളജി ഉണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അതായത് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഒരു ട്രേഡ് പ്ലേസ് ചെയ്യണം, അത് TP അടിക്കണം, അന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് ആൾക്കാരുടെ പെട്ടെന്നുള്ളൊരു മാനസിക ഒരു മെൻ്റലായിട്ടുള്ളൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇത് കൊണ്ട് ആൾക്കാർക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? കൂടുതലും നല്ല നല്ല വിന്നിങ് ഉണ്ടാവേണ്ട ട്രേഡുകൾ വരെ ഫെയിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കുന്നതിന് ടൈം ഫ്രെയിം അലൈൻമെൻ്റ് ഉണ്ട്. അതായത് ഒരു ടൈം ഫ്രെയിം നമ്മൾ ഹയർ ടൈം ഫ്രെയിം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയം ടൈം ഫ്രെയിം ഏത് ചൂസ് ചെയ്യാം, എൻഡ് ടൈം ഫ്രെയിം ഏത് ചൂസ് ചെയ്യാം എന്ന് ഒരു ഇതുണ്ട്. കാരണം ഈ സ്ട്രക്ചേഴ്സ് ബേസിക്കലി റെസ്പെക്റ്റ് ചെയ്തു പോകുന്നത് ഈ ടൈം ഫ്രെയിം അലൈൻമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് ഇപ്പോൾ H4 നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം അനലൈസ് ചെയ്തു, അത് പോയി നമ്മൾ ഉടനെ 1 അവറിൽ പോയി നോക്കിയാൽ നമുക്കതിൻ്റെ അലൈൻമെൻറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻസും അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറുകൾക്ക് തമ്മിൽ മിസ്മാച്ചുകൾ ഉണ്ടാകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്, ഇതിനകത്ത് വലിയ ഫോളോവേഴ്സും കാര്യങ്ങളൊന്നുമില്ല, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും തിയറിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ പേജ് വിസിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിം അലൈൻമെൻറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമായിട്ട് നിങ്ങൾ വീക്കിലി ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മീഡിയം ടൈം ഫ്രെയിം മസ്റ്റ് ബി H4, അതായത് 4 അവറിൻ്റെ ഇതായിരിക്കണം നിങ്ങളുടെ മീഡിയം ടൈം ഫ്രെയിം. അപ്പോൾ നിങ്ങളുടെ എൻട്രി എവിടെയായിരിക്കണോ വരേണ്ടത്? നിങ്ങളുടെ എൻട്രി വരേണ്ടത് ഇതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഏതാണോ അവിടെയാണ് നിങ്ങളുടെ എൻട്രി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ഇനിയിപ്പം അതിലും താഴേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒരു ടൈം ഫ്രെയിമിലേക്ക് പോകരുത്, ഒരു 3 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്കല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾ പോകേണ്ട കറക്റ്റ് ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ M1 ആയിരിക്കണം. ഇവിടെയാണ് നിങ്ങളുടെ സ്ട്രക്ചർ കൃത്യമായി അലൈൻ ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ബേസിക്കായിട്ട് ചെയ്യാറുള്ളത് H4ൻ്റെ ഹയർ ടൈം ഫ്രെയിം ബയാസിന് വേണ്ടിയിട്ട് എടുക്കുന്നു. ഇതെൻ്റെ മീഡിയം ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഈ മീഡിയം ടൈം ഫ്രെയിം ആകുമ്പോൾ അതിൻ്റെ എൻട്രി എനിക്കിവിടെ വരും, M1 വരും. ഓക്കെ, അതുപോലെ നിങ്ങളിപ്പോൾ ഒരു 1 അവർ പ്ലെയറാണ്, അങ്ങനെയാണെങ്കിൽ 1 അവറിൽ നിങ്ങൾ ചെയ്യുന്ന അനലൈസുകൾ നിങ്ങൾ M5 ആയിരിക്കണം നിങ്ങളുടെ മീഡിയം ടൈം ഫ്രെയിം. ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡെയിലിയിൽ നിന്ന് നിങ്ങൾക്ക് അവർലി വരിക, അവർലിയിൽ നിന്ന് നിങ്ങൾക്ക് M5ൽ നിങ്ങൾക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതൊരു കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ. ഇത് അല്ലാതെ വർക്ക് ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് വേണ്ടത് ട്രേഡിങ്ങിൽ ഒരു സ്ട്രക്ചറൽ വേ ഓഫ് അപ്രോച്ചാണ് മാർക്കറ്റിന്, ഒരു മെക്കാനിക്കൽ വേ ഓഫ് അപ്രോച്ച്. ആ ഒരു വേ, അതായത് നമുക്കൊരു സെറ്റപ്പ് ഉണ്ട്, ആ സെറ്റപ്പ് കണ്ടിന്യൂസ് ആയി ട്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് ഏതൊക്കെ ടൈം ഫ്രെയിമാണ് നമുക്ക് എന്താണ്, നമുക്ക് കൺഫ്യൂഷൻസ് വരില്ല. ഇതെന്താണ്, H4 പോയിട്ട് നമ്മൾ H1 നോക്കിയിട്ട് അതിൻ്റെ കൺഫർമേഷൻസ് എടുത്തിട്ട് അവിടുന്ന് 30 മിനിറ്റ് വരുമ്പോൾ 30 മിനിറ്റിൽ ഓൾറെഡി പ്രൈസ് ജമ്പായി പോയി കഴിഞ്ഞു. ആ 30 മിനിറ്റ് പോയി കഴിഞ്ഞത് ഉടനെ കാരണം M15 വരുന്നു. M15 വരുമ്പോൾ അവിടുത്തെ കഥകൾ മുഴുവൻ പോയി, നമുക്കൊരു ട്രേഡും കഴിഞ്ഞു പോയി. ഈ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും നാൾ ഫോളോ ചെയ്യാത്ത ആൾക്കാർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഒരു ട്രേഡുകൾ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്.
നിങ്ങളുടെ സ്ട്രക്ചറുകളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് നമ്മളുടെ അലൈൻഡായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു ട്രേഡിങ്ങിൽ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഏറ്റവും മിനിമം ഒരു 2 ഇയേഴ്സെങ്കിലും നമ്മളിത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇഴും സ്റ്റിൽ ഐ ആം റണ്ണിങ്ങോ എൻ്റെ സെറ്റപ്പുകൾ ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ കണ്ടിന്യൂസ് റൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഈസിനെസ് ഫീൽ ചെയ്യും. ഇതൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അഡീഷണൽ കൺഫർമേഷൻസിന് വേണ്ടിയിട്ടും നമ്മളുടെ ട്രേഡ് കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക.